സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അത് പൈലറ്റിന്റെ ആത്മഹത്യയല്ല. അഹമ്മദാബാദ് വിമാന ദുരന്ത അഭ്യൂഹങ്ങളിൽ അതൃപ്തിയുമായി ICPA. അഹമ്മദാബാദിൽ വിമാനം തകർന്ന് വീണ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇനിയും അവശേഷിക്കുന്നത്. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു. മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധ അഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെയും വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പൈലറ്റുമാരുടെ പിഴവ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങളെ ഇന്ത്യയിലെ പൈലറ്റ് സംഘടനകൾ തള്ളി. പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ ICPA ഞായറാഴ്ച അപലപിച്ചു. അപൂർണവും പ്രാഥമികവുമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം പരാമർശങ്ങൾ നിരുത്തരവാദപരമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. മാധ്യമ സ്ഥാപനങ്ങളോടും പൊതുനിരീക്ഷകരോടും സംയമനത്തോടെയും സഹാനുഭൂതിയോടെയും നിയമപരമായ നടപടിക്രമങ്ങളോടുള്ള ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് സംഘടന അഭ്യർത്ഥിച്ചു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അവരുടെ പരിശീലനത്തിനും ഉത്തരവാദിത്തങ്ങൾക്കും അനുസരിച്ച് ജീവനക്കാർ പ്രവർത്തിച്ചു. ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അപകീർത്തിപ്പെടുത്തലല്ല, പിന്തുണയാണ് അവർ അർഹിക്കുന്നത്. മോദി മാറി, ഗഡ്കരി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, കഴിവുണ്ട് കോൺഗ്രസ് നേതാവ്. 75 വയസ്സ് തികയുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിഞ്ഞാൽ പിൻഗാമിയായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വരണമെന്ന് കോൺഗ്രസ് നേതാവും കർണാടക MLAയുമായ ബേലൂർ ഗോപാലകൃഷ്ണ. 75 വയസ്സാകുന്നതോടെ നേതാക്കൾ വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് MLAയുടെ പ്രതികരണം. നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു RSS മേധാവിയുടെ പരാമർശം. ഗഡ്കരി രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകണം. കാരണം ഗഡ്കരി സാധാരണക്കാരനോടൊപ്പമാണ്. ദേശീയപാതകളുടെയും മറ്റുള്ള കാര്യങ്ങളിലും അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിനായി നല്ലത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനങ്ങളിലൂടെ അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം, ബേലൂർ ഗോപാലകൃഷ്ണ പറഞ്ഞു. ക്രെഡിറ്റ് നദിയുടെ കരയിൽ ഗംഗ ആരതി നടത്തി കാനഡയിലെ ഇന്ത്യൻ സമൂഹം. ഇന്ത്യയിൽ വാരണാസി, ഋഷികേശ്, ഹരിദ്വാർ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഐതിഹാസികമായ ചടങ്ങിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് കാനഡയിലെ ഇന്ത്യൻ സമൂഹം. കാനഡയിലെ ക്രെഡിറ്റ് നദിയുടെ കരയിലാണ് ഗംഗ ആരതിയെ അനുസ്മരിപ്പിക്കും വിധം ഇന്ത്യൻ സമൂഹം പരിപാടി സംഘടിപ്പിച്ചത്. കാനഡയിൽ സജീവമായി പ്രവർത്തിക്കുന്ന റേഡിയോ ഡിഷ്യും എന്ന റേഡിയോയും കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായ സഞ്ജീവ് സക്കാനിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി നടന്നതെന്നാണ് ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകുന്ന വിവരം. ഇന്ത്യൻ കോൺസുലേറ്റിനെ പ്രതിനിധീകരിച്ച് സഞ്ജീവ് സകലാനി ഗംഗ ആരതിയിൽ പങ്കെടുത്തു. മിസിസൌഗയിലെ എരിൻഡെയിൽ പാർക്കിലെ ക്രെഡിറ്റ് നദിക്ക് സമീപം മന്ത്രോച്ചാരണവും കീർത്തനങ്ങളും മുഴങ്ങിയ ഒരു സായാഹ്നം ഇന്ത്യൻ കോൺസുലേറ്റ് Xൽ പങ്കുവച്ച പരിപാടിയുടെ ചിത്രങ്ങളുടെ പോസ്റ്റിനു താഴെ കുറിച്ചു. പരിപാടിയിൽ നടന്ന ചടങ്ങുകളുടെ വീഡിയോ പ്രിയങ്ക ഗുപ്ത എന്ന സ്ത്രീ സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. കാനഡയിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ല വൈകുന്നേരമാണ് ഇന്നലെ അനുഭവിച്ചത്. വാരാണസിയുടെയോ ഹരിദ്വാറിന്റെയോ തീരത്ത് അല്ലാതെ കാനഡയിലും മാന്ത്രികമായ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. വാങ്ങുന്നെങ്കിൽ 60 എണ്ണം വേണം. 5ാം തലമുറ യുദ്ധവിമാനത്തിൽ നിലപാടറിയിച്ച വ്യോമസേന. വിദേശത്തു നിന്നും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 3 സ്ക്വാഡ്രണുകൾ സ്ഥാപിക്കുവാൻ വേണ്ട 60 യുദ്ധവിമാനങ്ങൾ വേണമെന്ന് ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ടു. വ്യോമസേന ഇതു സംബന്ധിച്ച ശുപാർശ പ്രതിരോധ മന്ത്രാലയത്തിന് നൽകിയതായാണ് റിപ്പോർട്ടുകൾ. US-ഉം റഷ്യയും അവരുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലോക്ഹീഡ് മാർട്ടിന്റെ F-35 ലൈറ്റ്നിംഗ് II ആണ് US ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ റഷ്യ അവരുടെ Su-57E എന്ന യുദ്ധവിമാനമാണ് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും വാഗ്ദാനങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ നടന്നുവെങ്കിലും വ്യോമസേന ഇതുവരെ ചർച്ചകളിൽ പങ്കാളിയായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സേന തങ്ങളുടെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. US-ന്റെയും റഷ്യയുടെയും വാഗ്ദാനങ്ങൾ പരിഗണിച്ച് 2026-നുള്ളിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് വിവരം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അത്തൂളിയിൽ +1 വിദ്യാർത്ഥിക്ക് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമർദ്ദനമെന്ന് പരാതി.
കോഴിക്കോട് അത്തോളിയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന് പരാതി. മുഹമ്മദ് അമീൻ എന്ന വിദ്യാർത്ഥിക്കാണ് +2 വിദ്യാർത്ഥികളിൽ നിന്നും മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ പാട്ടുപാടുവാനും ഡാൻസ് ചെയ്യുവാനും നിർബന്ധിച്ചു. ഇതിന് തയ്യാറാകാതിരുന്നതോടെ സംഘം ചേർന്ന് മർദ്ദിച്ചു. ഇടവഴിയിൽ വെച്ച് അടിച്ച് വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ അത്തോളി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അമീൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പരാതിയിൽ പറയുന്നു. 24 മണിക്കൂറിനിടെ 4 കൊലപാതകം. ബീഹാറിൽ തുടർച്ചയായി തോക്കുപയോഗിച്ചുള്ള ആക്രമണം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രമസമാധാന തകർച്ചയിൽ ബീഹാർ. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 4 പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അതിൽ 2 പേർ അറിയപ്പെടുന്ന വ്യക്തികളും. കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് തുടർച്ചയായി പലയിടങ്ങളിലായി ആളുകൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇതോടെ അനധികൃത തോക്കുപയോഗത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. അഭിഭാഷകനായ ജിതേന്ദ്ര കുമാർ മഹ്തോ ആണ് വെടിയേറ്റ് കൊല്ലപ്പെട്ട അവസാനത്തെ ആൾ. പട്നയിൽ സുൽത്താൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. നിപ്പ സമ്പർക്ക പട്ടികയിൽ 543 പേർ. പാലക്കാട്ടും മലപ്പുറത്തും ആശുപത്രി സന്ദർശനത്തിൽ മുന്നറിയിപ്പ്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 57 വയസ്സുകാരന് നിപ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. ഉടൻ തന്നെ സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്തുവാനുള്ള കോൺടാക്ട് ട്രേസിംഗ് ആരംഭിച്ചുവെന്ന് മന്ത്രി അറിയിച്ചു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാട്ടി വിദ്യാർത്ഥിനിയിൽ നിന്നും പണം തട്ടാൻ ശ്രമം. ഭീഷണി. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ യുവാക്കൾ അറസ്റ്റിൽ. വിദ്യാർത്ഥിനിയുടെ മുഖം മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ കാട്ടി പണം തട്ടാൻ ശ്രമിച്ച യുവാക്കൾ അറസ്റ്റിൽ. വ്യാജ ഇൻസ്റ്റഗ്രാമിലൂടെ വിദ്യാർത്ഥിനിക്ക് ചിത്രങ്ങളും വീഡിയോയും അയച്ച ശേഷം 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും കൊടുത്തില്ലെങ്കിൽ സമൂഹമാധ്യമങ്ങളിലൂടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് തസീഫ്, മുഹമ്മദ് നിതാൽ, മുഹമ്മദ് ഷിഫിൻ ഷാൻ എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ പഠനകാലത്ത് പെൺകുട്ടിയുടെ സീനിയറായിരുന്നു മുഹമ്മദ് തസ്രീഫ്. വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി അതിലൂടെ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സന്ദേശങ്ങൾ അയക്കുകയും വീഡിയോ ദൃശ്യം അയച്ച് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പെൺകുട്ടി ഇക്കാര്യം കൊണ്ടോട്ടി പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.